കേരളത്തിൽ ഏത് അടിസ്ഥാനരഹിതമായ പ്രചാരവേലയ്ക്ക് നേതൃത്വം കൊടുത്താലും മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി വരിക ഏറി വന്നാൽ ചില വിമർശനങ്ങളാണ്. നമ്മളെ പോലെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ മൈക്കിലൂടെ പ്രസംഗിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. എന്നാൽ മറ്റെവിടെയും അതല്ല അനുഭവം എന്നറിയാം. മുൻപ് UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാധ്യമങ്ങൾ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. കേരളത്തിൽ പറയുമ്പോൾ അതും പറയണമല്ലോ, സ്വീകരിച്ചു. പക്ഷെ അനുഭവം എന്തായിരുന്നു? കോഴിക്കോട് വിമാനത്താവളത്തിന്റെ മുന്നിൽ ദയാരഹിതമായി ആക്രമിക്കപ്പെട്ടു വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. നല്ല പോലെ മർദ്ദനമേറ്റു, ചിലർ ആശുപത്രിയിലായി. ആ കൂട്ടത്തിലുള്ളവർ ഇപ്പോഴും മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട്. അപ്പൊ സ്വാനുഭവങ്ങളിൽ നിന്ന് തന്നെ അവർക്കറിയാം എന്താണ് മിണ്ടിയാലുള്ള അനുഭവം, എവിടെ മിണ്ടിയാലാണ് സുരക്ഷിതം. അതാണ് വസ്തുത. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷ അടിത്തറ തകർക്കപ്പെടുമ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറും എന്ന ഭീതി ബലവത്തായി വരുന്ന സമയത്ത് കുറ്റകരമായ മൗനം പാലിക്കുകയും കേരളത്തിലെ സർക്കാരിനെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്യാം. കേരളത്തിൽ LDF സർക്കാർ അല്ലെങ്കിൽ LDFനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോർപ്പറേഷന്റെ പ്രവർത്തന വൈകല്യത്തെ കുറിച്ചോ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തന പോരായ്മയെ കുറിച്ചോ ഒക്കെ എഴുതാനും ഒരു മടിയും ഉണ്ടാവില്ല എന്ന് തന്നെ ന്യായമായും ബലമായും നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പൊ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിക്കുകയുണ്ടായി. പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസം മതനിരപേക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ ദൃശ്യങ്ങളാണ് അവിടെ കണ്ടതെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. മതനിരപേക്ഷ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ പാർലമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ്? ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് സമർപ്പണം എന്നായി. ഭയഭക്തി ആദരപൂർവം സമർപ്പണം. വിമർശനത്തിന്റെ ഒരു ദുർബലമായ വാക്കുപോലും എഴുതാൻ സാധിക്കാതെ മാതൃഭൂമി എഴുതി പുതിയ ഇന്ത്യ. ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല, രാജീവ് വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും. പുതിയ ഇന്ത്യ എന്നാണ്. അതിന് പത്രത്തിലുണ്ട്, ചാനലും കൊടുത്തുണ്ടോ? അല്ല, ഓക്കെ, അദ്ദേഹം ശരി. ചാനലുകളും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല, എല്ലാ ചാനലുകളും വ്യത്യസ്തമായിരുന്നു. ദേശാഭിമാനി എന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും ആകർഷകമായ തലക്കെട്ട്, ആകർഷകമല്ല, ഏറ്റവും ഉചിതമായ തലക്കെട്ട് കൊടുത്തത് ടെലഗ്രാഫാണ്. 2023 BC എന്നായിരുന്നു അവരുടെ തലക്കെട്ട്. പക്ഷെ പിറ്റേ ദിവസം എഡിറ്ററെ കസേര ഉണ്ടായിട്ടില്ല. നമ്മുടെ ബഹുമാന്യനായ R. രാജഗോപാലായിരുന്നല്ലോ എഡിറ്റർ. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിച്ചു. കോട്ടെ, ഞാൻ ഒരുപാട് ദീർഘമായി പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, വലതുപക്ഷ വർഗീയ ആഭിമുഖ്യം, മാധ്യമങ്ങൾ അത്രമേൽ കുത്തകവൽക്കരിക്കപ്പെട്ട ഇന്ന് മാത്രം പൊട്ടിമുളച്ചതല്ല മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോ വിഖ്യാതനായ എഴുത്തുകാരൻ NS മാധവന്റെ തിരുത്ത് എന്ന കഥ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും പലരും ഓർമ്മിക്കുന്ന ഒരു കഥയാണ്. കഥ വായിച്ചിട്ടുള്ളവരായിരിക്കും ഇരിക്കുന്ന എല്ലാവരും. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം ചുള്ളിയാട്ടെന്ന വയോധികനായ മാധ്യമ പ്രവർത്തക എഡിറ്റർ തർക്കമന്ദിരം തകർത്തു എന്ന് തയ്യാറാക്കിയ വാർത്ത വിറയാർന്ന കൈകൾ കൊണ്ട് തർക്കമന്ദിരം വെട്ടിമാറ്റി അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുന്നതാണ് കഥ. ആ കഥ വായിച്ച് വലിയ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മലയാള പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? കഥയിൽ നിന്ന് കാര്യത്തിലേക്ക് വന്നാൽ 1992 ഡിസംബർ മാസം 7-ാം തീയതി ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് താഴികക്കുടങ്ങൾ തകർത്തു, കല്യാൺ സിംഗിനെ പുറത്താക്കി. എന്തിന്റെ താഴികക്കുടം? പല വിമർശനങ്ങൾ ഉന്നയിക്കാം. താഴികക്കുടങ്ങൾ തകർത്തു പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭദ്രാണ് എന്നൊരർത്ഥം അതിലുണ്ട്, അല്ലേ? മലയാളം അങ്ങനെയാണ്. എന്തിന്റെ താഴികക്കുടം? തുടർന്ന് വാർത്തയിലേക്ക് വന്നാൽ വാർത്തയിൽ പരാമർശിക്കുന്നതെല്ലാം തർക്കമന്ദിരം എന്നാണ്. തർക്കമന്ദിരം, വെറും മന്ദിരം എന്നും എഴുതിയിട്ടുണ്ട്. തർക്കമന്ദിരമെന്നും മന്ദിരമെന്നും എല്ലാം എഴുതിയിട്ടും ബാബറി മസ്ജിദ് എന്ന ഒരു വാക്ക് ആ മലയാള മനോരമ വാർത്തയിൽ കാണുന്നതാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് കുറെ കൂടി ചിന്തോദ്ദീപകമാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് അന്നേ ദിവസം കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി. തകർന്നു പോയിട്ടൊന്നുമില്ല, കേടുണ്ട്. ഏത്?
തർക്കമന്ദിരം. മനോരമ വാർത്തയിൽ പിന്നീട് വരുന്ന ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി. അതാണ് മലയാളം നന്നായി അറിയുന്നവരല്ലേ ഇവിടെ. ബാബറിൻ മസ്ജിദ് അടിച്ചു പൊളിച്ച സംഭവത്തെ കുറിച്ച് മനോരമ എഴുതിയത് താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി എന്നാണ്. കേരളമോദിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല, തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ എഴുതി. ചൂണ്ടിയായിട്ട് ചിലപ്പോൾ കേരളമോദി കണ്ടിട്ടാണോ മറ്റേ NS മാധവൻ കഥ എഴുതിയെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് NS മാധവന്റേതൊരു കഥ മാത്രമല്ല, അത് ആ കാലത്തിന്റെ നേർക്ക് പിടിച്ചൊരു കണ്ണാടിയാണ്. അദ്ദേഹത്തിന് ആ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് ചിലപ്പോൾ ഈ തലക്കെട്ടുകളൊക്കെ ആയിരിക്കാം. ഈ ഒരു വിധേയത്വം വലതുപക്ഷാശയങ്ങളോട്, വർഗീയതയോട് പുലർത്തിയ ഈ ഒരു സമീപനം പുതിയ കാലത്ത് കൂടുതൽ പ്രകടമായി വരും എന്നതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ച സമയമായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ചുരുക്കുകയാണ്. പറഞ്ഞു വരുന്നത്, മാധ്യമരംഗം വൻതോതിൽ കുത്തകവൽക്കരിക്കപ്പെടുകയും കുത്തക മാനേജ്മെന്റിന്റെ, കുത്തക കോർപ്പറേറ്റ് ഹൗസുകളുടെ താല്പര്യങ്ങൾ വാർത്തകളായി രൂപമെടുത്തു വരികയും ചെയ്യുന്ന ഒരു കാലത്ത് മാധ്യമ സാക്ഷരത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വാർത്തയെ എങ്ങനെയാണ് ഒരു വായനക്കാരൻ, ഒരു പ്രേക്ഷകൻ സമീപിക്കേണ്ടത്, അതിന് ഒരു സാക്ഷരത ആവശ്യമാണ്. മാധ്യമങ്ങളെ സമീപിക്കേണ്ടത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു ജനകീയ മാധ്യമ സാക്ഷരത അനിവാര്യമായിട്ടുള്ളതാണ്.